നിങ്ങൾ പന്ത് കളിച്ചിരുന്നു, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നിങ്ങൾ നന്നായി പഠിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റിരുന്നു. ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ഷാജി മോനെ, നിങ്ങളുടെ സ്വന്തം ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ. പാസ്റ്റ് ഹാബിറ്റുകൾ അഥവാ ഭൂതകാല ശീലങ്ങൾ. ഭൂതകാലത്ത് നമുക്കുണ്ടായിരുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന്. ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായി ചെയ്തിരുന്നത്, ഓക്കെ, ചെയ്യാറുള്ളത് വർത്തമാനകാല ശീലങ്ങൾ, ചെയ്തിരുന്നത് ഭൂതകാല ശീലങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്തിരുന്നോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നോ പോലെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു യൂസേജ്. അപ്പൊ ചോദ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ചോദ്യം ചോദിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വളരെ ലോങ് സീക്വൻസിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. കാരണം ഒരേ സംഭാഷണങ്ങൾ തുടങ്ങുന്നതും ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, സംസാരം അവസാനിച്ചു, സംഭാഷണം അവസാനിച്ചു. ഒന്നെങ്കിൽ നിങ്ങൾ വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ കേൾക്കുന്ന ആള് വീണ്ടും നിങ്ങളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കണം. അപ്പൊ ലോങ് സീക്വൻസിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ചോദ്യം ചോദിക്കാൻ നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ വളരെ കുറച്ചേ പഠിക്കുന്നുള്ളൂ. എല്ലാം ഉത്തരം പറയാൻ വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം പറയാൻ വേണ്ടി മാത്രം പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും മീറ്റിങ്ങിലോ മറ്റു കാര്യങ്ങളോ പോകുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ മറികടക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പീച്ച് ഇനീഷ്യേറ്റീവുകൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്പീച്ച് ഇനീഷ്യേറ്റീവുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇനീഷ്യേറ്റീവ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംസാരം തുടങ്ങാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു വാക്കുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീച്ച് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. ആ സ്പീച്ച് ഇനീഷ്യേറ്റീവ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ചോദ്യങ്ങൾ എന്നുള്ളത്. അപ്പൊ ചോദ്യം ചോദിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സംസാര ഭാഷയിൽ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ച്, നിങ്ങൾ ചെയ്തിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നോ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ പഠിക്കും. അതിൽ എങ്ങനെയാണ് ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് പാസ്റ്റ് ഹാബിറ്റ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ആദ്യം നിങ്ങൾ ഈ ടോപ്പിക് മനസ്സിലാക്കാൻ അറിയേണ്ടുന്ന വേർഡ് ഫ്രേസസുകൾ എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെ സ്ട്രക്ചറുകളാണ് പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ച് ചോദിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത്. യൂസ് ടു, വുഡ്, പാസ്റ്റ് സിമ്പിൾ വിത്ത് ആൻഡ് സെയിം എക്സ്പ്രഷൻസ്. യൂസ് ടു എന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം, ആൻഡ് യൂസിങ് വുഡ് എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. പാസ്റ്റ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഒന്നാമത്തെ ഫങ്ഷൻസ്, രണ്ടാമത്തെ ഫങ്ഷൻസ്, മൂന്നാമത്തെ ഫങ്ഷൻസ്, നാലാമത്തെ ഫങ്ഷൻസ്, അങ്ങനെ 4 ഫങ്ഷനുകളുണ്ട് ആ പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയാണ് അതിന്റെ ടിപ്പ് ആൻഡ് ട്രിക്സ്, ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ടിപ്പ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണ്, അത് ഒരു 3 ടിപ്സ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സെഷനിൽ ഓരോന്നും യൂസ് ചെയ്തിട്ടും ഒരു 10 എക്സാമ്പിളുകൾ, സാമ്പിൾ സെന്റൻസുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് പാസ്റ്റ് ഹാബിറ്റ് എന്നുള്ളതാണ്. എന്താണ് പാസ്റ്റ് ഹാബിറ്റ്? പാസ്റ്റ് ഹാബിറ്റ് എന്നുള്ളത് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ശീലങ്ങളെയാണ്. ഇപ്പൊ ഞാൻ പന്ത് കളിച്ചിരുന്നു, ഞാൻ പന്ത് കളിച്ചിരുന്നില്ല, നിങ്ങൾ പന്ത് കളിച്ചിരുന്നു. ഓക്കെ, ഒന്നാമത്തത് പോസിറ്റീവാണ്, രണ്ടാമത്തെ നെഗറ്റീവാണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ഉള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ഏറ്റവും ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് ഇതുപോലെയുള്ള വേർഡ് ഫ്രേസസുകളാണ്. ഓക്കെ, പ്ലേ എനി സ്പോർട്സ്, പന്ത് കളിക്കുക. റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്, പുസ്തകങ്ങൾ വായിക്കുക. വാച്ച് കാർട്ടൂൺസ്, കാർട്ടൂൺ കേൾക്കുക. ഗോ ഓൺ വെക്കേഷന് പോവുക. റൈറ്റ് ലെറ്റേഴ്സ്, ലെറ്റർ എഴുതുക. ഹാവ് എ പെറ്റ്, ഒരു പെറ്റ് ഉണ്ടായിരിക്കുക. വിസിറ്റ് യുവർ കസിൻസിനെ സന്ദർശിക്കുക. സെലിബ്രേറ്റ് ബർത്ത്ഡേസ് ആഘോഷിക്കുക. ഗോ ജോഗിങ്ങിന് പോവുക. ഗോ ഫിഷിംഗ് ഓൺ വീക്കെൻഡ്സ്. ഓക്കെ, വാരാന്ത്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിഷിങ്ങിന് പോവുക. ഓക്കെ, ഇതേപോലെയുള്ള വേർഡ് ഫ്രേസസുകൾ അറിഞ്ഞിരിക്കണം. ഫ്രേസസ് എന്ന് പറയുമ്പോൾ ഒന്നും പേടിക്കേണ്ടതില്ല. ഫ്രേസൽ വെർബല്ല, വേർഡ് ഫ്രേസസ്. ഒരു ആക്ഷനെ കുറിക്കുന്ന വാക്കുകളുടെ ഒരു കൂട്ടം, ഒന്നിലധികമുള്ള വാക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. നമ്മളെ ഏറ്റവും ആദ്യത്തെ ഫോൾഡർ, എവരി ഡേ ഇംഗ്ലീഷ് എന്നൊരു ഫോൾഡർ ഉണ്ട്. ഇംഗ്ലീഷ് സിംപ്ലിഫൈഡ് എന്നുള്ള കോഴ്സ് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ഫോൾഡറുകളിലൊന്ന് എവരി ഡേ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. അതിൽ ഇത്തരം വാക്കുകളുടെ ഒരു 250 വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹാബിറ്റുകളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള 250 വാക്കുകളുണ്ട്. മിനിമം അത്രയെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് ജസ്റ്റ് ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. അത്
മാക്സിമം മനഃപ്പാഠമാക്കുക, വായിച്ച് സംസാര ഭാഗങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെ സ്ട്രക്ചറുകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്? ഓക്കെ, യൂസ് ടു, വുഡ്, പാസ്റ്റ് സിമ്പിൾ വിത്ത് ടൈം എക്സ്പ്രഷൻസ്. ഈ 3 കാര്യങ്ങളാണ്. ഈ യൂസ് ടു എന്നുള്ളതിന്റെ അർത്ഥം അറിയണം, വുഡ് എന്നുള്ളതിന്റെ അർത്ഥം അറിയണം, പാസ്റ്റ് സിമ്പിളിന്റെ അർത്ഥം അറിയണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ചുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ യൂസ് ടു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മോഡൽ ഓക്സിലറി വെർബ്സിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, വുഡും എടുത്തിട്ടുണ്ട്. പാസ്റ്റ് സിമ്പിൾ എടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ യൂസ് ടു പറഞ്ഞാൽ ചെയ്തിരുന്നു എന്നുള്ള, വുഡ് എന്നുള്ളതിന് വളരെ വ്യത്യസ്തമായ കുറെ അർത്ഥങ്ങളുണ്ട്. അതിലത്തെ ഒരർത്ഥമാണ് ചെയ്തിരുന്നു എന്നുള്ളത്. ഓക്കെ, ഈ 2 കാര്യങ്ങളും. പിന്നെ പാസ്റ്റ് സിമ്പിൾ വിത്ത് ടൈം എക്സ്പ്രഷൻ, അതായത് യൂഷ്വലി വെൻ യു ആർ എ ചൈൽഡ്, വെൻ ഐ വാസ് ഇൻ ഹൈസ്കൂൾ എന്നൊക്കെയുള്ള ടൈം എക്സ്പ്രഷൻ, ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രേസസ് കൂടി ഉണ്ടെങ്കിൽ പാസ്റ്റ് സിമ്പിളും നമ്മൾ എന്തിനു ഉപയോഗിക്കാറുണ്ട്? ഇംഗ്ലീഷുകാരുടെ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആയ ആളുകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂസ് ടു മാത്രമല്ല, വുഡ് എന്നുള്ളതും പാസ്റ്റ് സിമ്പിളും അവർ ഉപയോഗിക്കാറുണ്ട് പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, യൂസ് ടു എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സ്ട്രക്ചർ ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് യൂസ് ടു പ്ലസ് ബേസ്. ആദ്യം ഡിഡ് ഉപയോഗിക്കണം, എന്നിട്ട് സബ്ജക്ട് ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ ആരെ കുറിച്ചാണോ ആരോടാണോ ചോദിക്കുന്നത് അത് ഉപയോഗിക്കണം, എന്നിട്ട് യൂസ് ടു എന്നുള്ളത് പറയണം, എന്നിട്ട് ബേസ് വേർഡ് ഉപയോഗിക്കണം. ഇതാണ് ഇവിടുത്തെ ഗ്രാമർ. ഉദാഹരണത്തിന് ഡിഡ് യു യൂസ് ടു പ്ലേ ഫുട്ബോൾ, നിങ്ങൾ പന്ത് കളിച്ചിരുന്നു. അപ്പോൾ ഡിഡ് ആദ്യം ഉപയോഗിച്ചു, യു എന്നുള്ളത് രണ്ടാമത് ഉപയോഗിച്ചു, യൂസ് ടു എന്നുള്ളത് ഉപയോഗിച്ചു, പിന്നെ ബേസ് ഫോം ഉപയോഗിച്ചു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഡിഡ് യു യൂസ് ടു കഴിഞ്ഞാൽ ബേസ് ഫോം മാത്രമേ വരുള്ളൂ. ഒരു വെർബിന് 5 ഫോം ഉണ്ട് നമ്മൾ പറഞ്ഞു: റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ ആൻഡ് റൈറ്റ്. ഓക്കെ, ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും V1, V2, V3 എന്നിങ്ങനെ വെർബിനെ ചുരുക്കി പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, അത് വളരെ ഒരു ചുരുങ്ങിയ രൂപമാണ്. അത്തരം പഠനം നിങ്ങളെ ബുദ്ധിമുട്ടിക്കും പാസീവ് വോയിസ് എല്ലാം പഠിക്കുമ്പോൾ. അപ്പോൾ ഒരു വെർബിന്റെ സമഗ്രത എന്ന് പറയുന്നത് അതിന് 5 രൂപങ്ങളുണ്ട്. ഈ 5 രൂപങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു. എല്ലാ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം, എല്ലാ സെമി മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഇൻഫിനിറ്റീവ് രൂപങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഡിഡ് പ്ലസ് സബ്ജക്ട്. ഒരു 2 എക്സാമ്പിൾ നോക്കാം. ഡിഡ് യു യൂസ് ടു പ്ലേ സോക്കർ ആഫ്റ്റർ സ്കൂൾ? സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നിങ്ങൾ പന്ത് കളിച്ചിരുന്നോ? നിങ്ങൾ കളിച്ചിരുന്നോ എന്നാണ്, അല്ലെങ്കിൽ കളിക്കാറുണ്ടായിരുന്നോ? അപ്പൊ ആദ്യം ഡിഡ് ഉപയോഗിച്ചു, പിന്നെ യു ഉപയോഗിച്ചു, പിന്നെ യൂസ് ടു ഉപയോഗിച്ചു. ഓക്കെ, പിന്നെ പ്ലേ സോക്കർ. അപ്പോൾ ഇവിടെ യൂസ്ഡ് ടു എന്നാണ് എഴുതുമ്പോൾ നമ്മൾ എഴുതുക. പക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ യൂസ്ഡ് ഡി ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ കീ പോയിന്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കീ പോയിന്റ് എന്താണ്? യൂസ് ടു വിത്തൗട്ട് ദ ഡി ഈസ് യൂസ്ഡ് ഇൻ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനും നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ ആ ഡി അവിടെ ഉണ്ടാവില്ല. പക്ഷെ പറയുമ്പോൾ എന്താണ്? യൂസ്ഡ് എന്നുള്ളതാണ് നമ്മൾ പറയാം. കാരണം ഡി എന്നുള്ളത് സംസാര ഭാഷയിൽ ലോപിച്ചു പോകുമെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയാം. 3 കൺസണന്റ് ശബ്ദങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ അതിന്റെ നടുക്ക് ടിയോ അല്ലെങ്കിൽ ഡിയോ ആണെങ്കിൽ അത് ലോപിക്കും, ഡിലീഷൻസ് സംഭവിക്കും. അപ്പോൾ ബെസ്റ്റ് പെയിന്റ് എന്നുള്ളത് ബെസ്റ്റ് പെയിന്റ് ആവും, നെക്സ്റ്റ് ക്ലാസ് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ് ആവും. അതേപോലെ അവിടെ ഡിഡ് യു യൂസ് ടു എന്നുള്ളത് ഐ യൂസ് ടു എന്നും ഡിഡ് യു യൂസ് ടു എന്നും സംസാരിക്കുമ്പോൾ യൂസ്ഡ് എന്നാണ് കേൾക്കുക. എഴുതുമ്പോൾ നെഗറ്റീവ് ഫോമുകളും ഡിഡ് വരുമ്പോഴും നിങ്ങൾ എന്ത് വേണം? ഡി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഡിഡ് യു യൂസ് ടു പ്ലേ സോക്കർ ആഫ്റ്റർ സ്കൂൾ? നിങ്ങൾ സ്കൂൾ വിട്ടു വന്ന ശേഷം പന്ത് കളിച്ചിരുന്നോ? ഡിഡ് ഷീ യൂസ് ടു ലിവ് ഇൻ ദിസ് നെയ്ബർഹുഡ്? അവർ ഈ പരിസരത്ത് അവർ ജീവിച്ചിരുന്നോ അല്ലെങ്കിൽ താമസിച്ചിരുന്നോ? അപ്പോൾ അവിടെ ഡിഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും ഉപയോഗിക്കാം. യു ഉപയോഗിക്കാം, ഷീ ഉപയോഗിക്കാം, ഹി ഉപയോഗിക്കാം. അവിടെ ഏകവചന ബഹുവചന പ്രശ്നങ്ങളില്ല എന്നർത്ഥം. ഓക്കെ, ആൻഡ് ഡിഡ് യു യൂസ് ടു പ്ലേ ഫുട്ബോൾ? നിങ്ങൾ പന്ത് കളിച്ചിരുന്നോ? ഡിഡ് യു യൂസ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്? നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്നോ? ഡിഡ് യു യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി? നിങ്ങൾ നേരത്തെ എഴുന്നേറ്റിരുന്നോ? ഓക്കെ, അപ്പോൾ ഇത്തരം വാക്കുകളുടെ മുന്നേ ഡിഡ് യു യൂസ് ടു എന്ന് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തിരുന്നോ എന്നാണ് അർത്ഥം വരിക. ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ്? നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് നിങ്ങൾ ചെയ്തിരുന്നോ? ഡിഡ് യു യൂസ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്? ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിരുന്നോ? ഡിഡ് യു യൂസ് ടു വാച്ച് കാർട്ടൂൺസ്? നിങ്ങൾ കാർട്ടൂൺ കണ്ടിരുന്നോ അല്ലെങ്കിൽ കാണാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു ഗോ ഓൺ വെക്കേഷൻ ഇൻ സമ്മർ? സമ്മറിൽ നിങ്ങൾ വെക്കേഷനിൽ പോയിരുന്നോ? ഡിഡ് യു യൂസ് ടു റൈറ്റ് ലെറ്റേഴ്സ്? ലെറ്ററുകൾ എഴുതിയിരുന്നോ? ഡിഡ് യു യൂസ് ടു ഹാവ് എ പെറ്റ്? നിങ്ങൾക്ക് ഒരു പെറ്റ് ഉണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു വിസിറ്റ് യുവർ കസിൻസ്? നിങ്ങളുടെ കസിൻസിനെ നിങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നോ? ഡിഡ് യു യൂസ് ടു സെലിബ്രേറ്റ് ബർത്ത്ഡേസ്? ബർത്ത്ഡേസ് നിങ്ങൾ ആഘോഷിച്ചിരുന്നോ? ഡിഡ് യു യൂസ് ടു ഗോ ജോഗിങ്? ജോഗിങ്ങിന് നിങ്ങൾ പോയിരുന്നോ? ഡിഡ് യു യൂസ് ടു ഗോ ഫിഷിംഗ് ഓൺ വീക്കെൻഡ്സ്? വാരാന്ത്യങ്ങളിൽ നിങ്ങൾ ഫിഷിങ്ങിന് പോയിരുന്നു. അപ്പൊ 250ഓളം ഇതുപോലത്തെ വേർഡ് ഫ്രേസസുകൾ എവരിഡേ ഇംഗ്ലീഷ് എന്ന ഫോൾഡറിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ആ 250 വേർബുകളും നിങ്ങൾ ഡിഡ് യു യൂസ് ടു എന്ന് വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങളെ നാവിന് എന്ത് വരുള്ളൂ. കാരണം പടം പഠിക്കാനല്ല പറയുന്നത്, നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കും, നിങ്ങൾ പറയണം. പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ സംസാരവായനക്ക് ഒരു
ഒരു പരിചയം വരും ഇത്തരം വാക്കുകളായിട്ട്, ഇത്തരം സ്ട്രക്ചറുകളായിട്ട്. അതാണ് ഈ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ചെയ്യേണ്ടുന്ന വിഷയം. കാരണം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ സംസാരങ്ങൾക്ക് നല്ല ഫെമിലിയറിറ്റി വരണം. അതിന് ഇത്തരം വാക്കുകൾ നിങ്ങൾ പറഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ടു എന്നുള്ളതിന്റെ ചോദ്യരൂപം പഠിച്ചു ഡിഡ് യു യൂസ് ടു എന്നുള്ളത്. ഇനി യൂസിങ് വുഡ് എന്നുള്ളത്, വുഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ്. വുഡ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നു, പിന്നെ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു, പിന്നെ ബേസ് ഫോം ഉപയോഗിക്കുന്നു. എല്ലാ മോഡൽ ഓക്സിലറി വേർബുകൾക്ക് ശേഷം ബേസ് ഫോം അഥവാ ഇൻഫിനിറ്റീവ് ഫോമുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വുഡ് യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരന്റ്സ് എവരി വീക്കെൻഡ്? ഇതാണ് ഉദാഹരണം. ഓക്കെ, നിങ്ങൾ ഗ്രാൻഡ് പാരന്റ്സിനെ നിങ്ങൾ സന്ദർശിച്ചിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. സന്ദർശിച്ചിരുന്നോ. ഇത് സാധാരണഗതിയിൽ വുഡിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അർത്ഥങ്ങളാണുള്ളത്, വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ഇത് നമ്മൾ ആദ്യം പഠിക്കുന്നത് എവിടെയാണ്? പൊളൈറ്റ് റിക്വസ്റ്റിനാണ്. വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കുമോ, അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ഗീവ് മി 10 rupees, ഒരു 10 രൂപ തരുമോ എന്നിങ്ങനെയുള്ള പൊളൈറ്റ് റിക്വസ്റ്റിനാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ധരിക്കുന്നത് അതിന് മാത്രമാ ഉപയോഗിക്കാൻ പാടൂ എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ചെയ്തിരുന്നോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നോ എന്ന അർത്ഥത്തിൽ വുഡ് യു എന്നുള്ളത് യൂസ് ചെയ്യും. അത് എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന്റെ കൂടെ എവരി വീക്കെൻഡ് എന്നോ, അല്ലെങ്കിൽ ഇൻ യുവർ ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്നോ, അല്ലെങ്കിൽ വെൻ യു ആർ ഇൻ ഹൈസ്കൂൾ എന്നോ എന്നിങ്ങനെയുള്ള ടൈം എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല എല്ലാ മോഡൽ ഓക്സിലറി വെർബുകളും എങ്ങനെയാണ് അത് സംസാരിക്കുന്ന ആളുടെ ഭാവം, പ്രകൃതം, മൂഡ് എന്നിവയെല്ലാം ദ്യോതിപ്പിക്കുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാ മോഡൽ ഓക്സിലറി വെർബുകളും നമ്മൾ സംസാരിക്കുന്ന ആളുടെ ഭാവം, പ്രകൃതം, അദ്ദേഹത്തിന്റെ അത്തരം കാര്യങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും ഒരു മെയിൻ അർത്ഥം ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ കുറച്ച് ഉപാർത്ഥങ്ങളും ഉണ്ടായിരിക്കും. ആ ഉപാർത്ഥങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ആ സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ്, ആ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. ഏത് മോഡൽ, അതുകൊണ്ടാണ് മോഡൽ ഓക്സിലറി വെർബുകൾ മലയാളികളെ സംബന്ധിച്ച് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനുള്ള കാരണം. ഒന്ന്, മലയാളത്തിൽ മോഡൽ ഓക്സിലറി വെർബുകളില്ല. കാരണം വെർബ് കൊണ്ട് തന്നെ എല്ലാ അർത്ഥങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടെ വുഡ്, ഷാൾ, ഷുഡ് എന്നതിനൊക്കെ സബ് മീനിങ്ങുകളുണ്ട്. അപ്പൊ ഇവിടെ ഒരർത്ഥം നമ്മൾ വുഡ് എന്നുള്ളത് ആദ്യം ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അത് തന്നെയാണ് വരുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ സംസാരിക്കുന്ന ആളുടെ ഭാവം, പ്രകൃതം ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരുന്നോ എന്നർത്ഥം വരുന്നത്. ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എവരി വീക്കെൻഡ്, ഇൻ ദ സമ്മർ, വെൻ യു ആർ എ ചൈൽഡ്, വെൻ യു ആർ ഇൻ ഹൈസ്കൂൾ എന്നിങ്ങനെയുള്ള ടൈം എക്സ്പ്രഷൻസ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ വുഡ് യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരന്റ്സ് എവരി വീക്കെൻഡ്? നിങ്ങൾ എല്ലാ വീക്കെൻഡിലും നിങ്ങൾ ഗ്രാൻഡ് പാരന്റ്സിനെ സന്ദർശിച്ചിരുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ഇവിടെ മനസ്സിലാക്കുന്ന കീ പോയിന്റ്, വുഡ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് റിപ്പീറ്റഡ് പാസ്റ്റ് ആക്ഷൻസ്. പാസ്റ്റ് ആക്ഷൻസിനെ കുറിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വുഡ് ചെയ്തിരുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. നേരെ മറിച്ച് പാസ്റ്റ് സ്റ്റേറ്റുകളെ, അവസ്ഥകളെ കുറിക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നില്ല. ബട്ട് നോട്ട് ദ പാസ്റ്റ് സ്റ്റേജ്. എക്സാമ്പിൾ, ഹി വുഡ് ബി ഷൈ ഈസ് ഇൻകറക്റ്റ്. അവൻ ഷൈ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. അപ്പോൾ ഹി യൂസ് ടു ബി ഷൈ എന്നാണ് പറയാം. ഇൻകറക്റ്റ് ഫോർ ഡിസ്ക്രൈബിങ് സ്റ്റേറ്റ് അവസ്ഥകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ വുഡ് ഉപയോഗിക്കില്ല എന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, പാസ്റ്റ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ച് പറയാം. സാധാരണ ഒരു ജസ്റ്റ് ഫിനിഷ്ഡ് ആക്ഷനെ കുറിച്ച് പറയാൻ മാത്രമാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിന്റെ കൂടെ ടൈം എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാരുടെ നിത്യ പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ച് യൂസ് ചെയ്യാൻ ടൈം എക്സ്പ്രഷൻ കൂട്ടി അവർ സാധാരണ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുണ്ടെന്നുള്ള. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ആദ്യം WH വേർഡ് വരും, പിന്നെ ഡിഡ് വരും, പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെ ബേസ് ഫോം വരും. നോക്കൂ, വാട്ട് ഡിഡ് യു ഡു എവരി സമ്മർ ആസ് എ ചൈൽഡ്? കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ സമ്മറിലും നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത് എന്നർത്ഥം വരും. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ വാട്ട് എന്നുള്ളത് വന്നു, പിന്നെ ഡിഡ് വന്നു, പിന്നെ സബ്ജക്ട് യു എന്ന് വന്നു. ഇവിടെ യു എന്നുള്ളതിന് പകരം ആര് വരാം? വാട്ട് ഡിഡ് യു, വാട്ട് ഡിഡ് ഷീ, വാട്ട് ഡിഡ് ഹി, വാട്ട് ഡിഡ് ദേ, വാട്ട് ഡിഡ് വി എന്നൊക്കെ വരാം. ഏത് സബ്ജക്റ്റ് ആയാലും പ്രശ്നമില്ല, അവിടെ ഏകവചനം ബഹുവചന പ്രശ്നങ്ങളില്ല. അപ്പൊ വാട്ട് ഡിഡ് യു ഡു എവരി സമ്മർ ആസ് എ ചൈൽഡ്? കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാ സമ്മറിലും എന്താണ് ചെയ്തിരുന്നത്? വേർ ഡിഡ് ഷീ യൂഷ്വലി ഗോ ഓൺ ഹോളിഡേസ്? എവിടെയാണ് അവർ ഹോളിഡേക്ക് പോയിരുന്നത്? വേർഡ്, WH വേർഡ് ആദ്യം വന്നു, ആൻഡ് ഡിഡ് രണ്ടാമത് വന്നു, പിന്നെ സബ്ജക്ട് എന്ന ഷീ വന്നു, പിന്നെ യൂഷ്വലി എന്നുള്ള ടൈം എക്സ്പ്രഷൻസ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ യൂഷ്വലി സാധാരണ നമ്മൾ കോമൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ പറയുന്നത് പാസ്റ്റിലല്ല ഉപയോഗിക്കാൻ സാധാരണയാണ്. പക്ഷെ ഇംഗ്ലീഷുകാരുടെ
പ്രയോഗം നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പാസ്റ്റ് ഹാബിറ്റുകളെ കുറിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ച് ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, കീ പോയിന്റ്സ് ഇൻക്ലൂഡ് ടൈം മാർക്കേഴ്സ്. അതിൽ മനസ്സിലാക്കുന്നത് ഇത് ടൈം മാർക്കേഴ്സ് ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ചുള്ള ചോദ്യമായിരിക്കില്ല, ജസ്റ്റ് ഒരു ഫിനിഷ്ഡ് ആക്ഷനെ കുറിച്ചുള്ള ചോദ്യമായിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. എവരി ഡേ ആൻഡ് യൂഷ്വലി ഓഫൻ ആൻഡ് എംഫസൈസ് ദ ഹാബിച്വൽ ആക്ഷൻസ്. ഓക്കെ, ഇനി അടുത്തത് എന്തൊക്കെയാണ് ഫംഗ്ഷൻ, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഈ പാസ്റ്റ് ഹാബിറ്റുകളുടെ ഒരു ഫംഗ്ഷൻ എന്തൊക്കെയാണ് നോക്കാം. ഫംഗ്ഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് പാസ്റ്റ് ഹാബിറ്റ്. ഒന്ന്, എലിസിറ്റിംഗ് നൊസ്റ്റാൾജിയ ഓർ മെമ്മറീസ്. നമ്മളെ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മളൊരു ഗൃഹാതുരത്വം ഉപയോഗിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളെ ബ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എലിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. നോക്കൂ, ഒരു ഉദാഹരണം നോക്കൂ. വാട്ട് ഗെയിംസ് ഡിഡ് യു യൂസ് ടു പ്ലേ ഇൻ യുവർ ചൈൽഡ്ഹുഡ്? എന്ത് ഗെയിമാണ് നിങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ചിരുന്നത്, അപ്പൊ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ ഡിഡ് യു യൂസ് ടു. ഈ സ്ട്രക്ചർ പ്രത്യേകം ശ്രദ്ധിക്കണം. WH ആണ് ആദ്യം വെച്ച്, വാട്ട് ഗെയിംസ്, പിന്നെ ഡിഡ്, പിന്നെ യു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യൂസ് ടു കഴിഞ്ഞിട്ടാണ് പ്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ് എന്നതിന് ഉപയോഗിക്കുക എന്നൊരു അർത്ഥം മനസ്സിലാക്കി വെച്ച ചില ആളുകളുണ്ട്. പക്ഷെ യൂസ് ടു എന്നുള്ളത് ചെയ്തിരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്, അതിന് ഉപയോഗിക്കുക എന്നുള്ള അർത്ഥമല്ല, ചെയ്തിരുന്നത് എന്നാണ് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുന്നത്. വാട്ട് ഗെയിംസ് ഡിഡ് യു യൂസ് ടു പ്ലേ ഇൻ യുവർ ചൈൽഡ്ഹുഡ്? എന്ത് ഗെയിമാണ് നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ കളിച്ചിരുന്നത്? ആൻഡ് ഇത് യൂസ്ഡ് ഇൻ കാഷ്വൽ ഓർ സ്റ്റോറി ടെല്ലിംഗ് കോണ്ടെക്സ്റ്റ് ടു ഷെയർ ഓർ റിഫ്ലക്ട് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം പങ്കുവെക്കുമ്പോൾ ചോദിക്കാൻ, അതിനെക്കുറിച്ച് ചോദിക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എപ്പോഴാണ് എണീറ്റിരുന്നത്? വെൻ ഡിഡ് യു യൂസ് ടു ഗെറ്റ് അപ്പ് വെൻ യു ആർ എ ചൈൽഡ്? കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റിരുന്നത്? വേർ ഡിഡ് യു യൂസ് ടു ഗോ ഫോർ പ്ലേയിങ് ഫുട്ബോൾ? പന്ത് കളിക്കാൻ നിങ്ങൾ എവിടെയാണ് പോയിരുന്നത്? ഇൻ വിച്ച് സ്കൂൾ ഡിഡ് യു യൂസ് ടു സ്റ്റഡി ഇൻ 10th സ്റ്റാൻഡേർഡ്? 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഏത് സ്കൂളാണ് പഠിച്ചിരുന്നത്? ഓക്കെ, അപ്പത്തില്ലേ. ആൻഡ് ഹൗ ഡിഡ് യു യൂസ് ടു ഗോ ടു സ്കൂൾ എവറി ഡേ? എല്ലാ ദിവസവും സ്കൂളിലേക്ക് എങ്ങനെയാണ് പോയിരുന്നത്? അപ്പൊ ഹൗ ഡിഡ് യു യൂസ് ടു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്, എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ചേഞ്ചസ് ഓവർ ടൈം. കാലമനുസരിച്ച്, കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, യൂസ് ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. നോക്കൂ, ഡിഡ് യു യൂസ് ടു എൻജോയ് റീഡിംഗ് ബുക്സ് വെൻ യു ആർ യങ്ങർ? നിങ്ങൾ കുട്ടി ആയിരുന്ന സമയത്ത് നിങ്ങൾ പുസ്തകം വായിക്കുന്നത് എൻജോയ് ചെയ്തിരുന്നോ? ഓക്കെ, അങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഇപ്പോൾ ആ ഹാബിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് അങ്ങനെ ആ കാലവുമായി ബന്ധപ്പെട്ട് കാലാതീതമായ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈലൈറ്റിംഗ് എ ഷിഫ്റ്റ് ഇൻ പ്രിഫറൻസസ് ഓർ ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മുൻഗണനാ ക്രമത്തിലൊക്കെ വന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഡിഡ് യു യൂസ് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി എവരി ഡേ? എല്ലാ ദിവസവും ഒരു കപ്പ് കോഫി നിങ്ങൾ കുടിച്ചിരുന്നോ, ഒക്കെ ചെയ്തിരുന്നോ എന്നുള്ള അർത്ഥത്തിൽ. അതാണ് അതിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ വരുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ വരുന്നത് കമ്പയറിംഗ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. നമ്മൾ മുന്നത്തെ കാലത്തെ, കഴിഞ്ഞു പോയ കാലത്തെയും ഇപ്പോഴത്തെയും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. ആൻഡ് ഡിഡ് യുവർ ഫാമിലി യൂസ് ടു ട്രാവൽ എ ലോട്ട്? നിങ്ങളുടെ ഫാമിലി ഒരുപാട് യാത്ര ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നു? ഓക്കെ, കമ്പയർ ചെയ്യണം മുന്നത്തെ കാലത്തെ. അങ്ങനെ ചെയ്തിരുന്നു, അത് നമ്മളിപ്പോ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ചോദിക്കുന്നതാണ്, മുന്നേ അങ്ങനെ ചെയ്തിരുന്നു എന്നർത്ഥം. ഓഫൻ serves as a leading to discuss difference between the past and the present. പ്രസന്റും പാസ്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടക്കുന്ന സമയത്ത് മുന്നേ അങ്ങനെ ചെയ്തിരുന്നോ എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു ഫംഗ്ഷനിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഇനി ഫംഗ്ഷൻ 4 നോക്കാം. ക്ലാരിഫൈങ് ഓർ കൺഫേമിങ് പാസ്റ്റ് റുട്ടീൻസ്. നമ്മൾ കഴിഞ്ഞ ഭൂതകാല ശീലങ്ങളെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഡിഡ് യു യൂസ് ടു സ്റ്റഡി അറ്റ് നൈറ്റ് ഓർ വർ യു എ മോർണിംഗ് പേഴ്സൺ? നിങ്ങൾ രാത്രി പഠിച്ചിരുന്നോ നന്നായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ പഠിക്കുന്ന ആളായിരുന്നു? വർ യു എ മോർണിംഗ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് യൂസ്ഫുൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് സമൺസ് പാസ്റ്റ് റുട്ടീൻസ് ഓർ ബിഹേവിയർ. മുന്നത്തെ ദിനചര്യകൾ അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നോ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഇനി നോക്കാം, അത് അതിന് കുറച്ച് ടിപ്സുകൾ, കോമൺ മിസ്റ്റേക്സ് ആൻഡ് ടിപ്സ്. യൂസ് ടു വേഴ്സസ് യൂസ് ടു ഇൻ ക്വസ്റ്റ്യൻസ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പോസിറ്റീവ് സെന്റൻസിൽ യൂസ് ടു എന്നാണ് ഉപയോഗിക്കുക, നെഗറ്റീവിലും ക്വസ്റ്റ്യനിലും യൂസ് ടു എന്നാണ് ഉപയോഗിക്കുക. രണ്ടിന്റെയും പ്രൊണൗൺസിയേഷൻ ഒരേപോലെയാണ്. ഓക്കെ, രണ്ടും യൂസ്ഡ് എന്നാണ് പറയുന്നത്, യൂസ്ഡ് ടു എന്ന് പറയുന്നില്ല, നമ്മൾ യൂസ്ഡ് എന്ന് തന്നെ പറയുന്നത്. പക്ഷെ എഴുതുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ യൂസ് ടു എന്നാണ്, യൂസ്ഡ് ടു എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇൻകറക്റ്റ്. ഡിഡ് യു യൂസ് ടു പ്ലേ സോക്കർ? നോക്കൂ, ഡിഡ് യു കഴിഞ്ഞ ശേഷം ഇവിടെ യൂസ്ഡ് എന്ന് വരുന്നത് തെറ്റാണ്. കാരണം ഓൾറെഡി ഒരു പാസ്റ്റ് ഡിഡ് വന്നിട്ടുണ്ട്, പിന്നെ യൂസ് എന്നതിന് വേറെ ഡിഡ് കൊടുക്കേണ്ട കാര്യമില്ല.
ഓക്കെ, കറക്റ്റ് എന്താണ്? ഡിഡ് യു യൂസ് ടു പ്ലേ സോക്കർ. ഇതാണ് ഒരു ടിപ്സ് നിങ്ങൾ അവോയ്ഡ് ആഡിങ് ഡി ആഫ്റ്റർ ഡിഡ്. ഡിഡ് വന്നാൽ പിന്നെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? നിങ്ങൾ യൂസ്ഡ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് അവോയ്ഡിങ് വുഡ് ഫോർ സ്റ്റേറ്റ്സ്. ഓക്കെ, സ്റ്റേറ്റ് അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ വുഡ് എന്നുള്ളത് ചെയ്തിരുന്നു എന്നർത്ഥം വരില്ല, ഇൻകറക്റ്റ്. വുഡ് യു ബി ഷൈ ആസ് എ ചൈൽഡ് അങ്ങനെ ചോദിക്കില്ല. ഒരു ആക്ഷനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വുഡ് യു ബി ഗെറ്റപ്പ് ഏർലി, സോറി വുഡ് യു ഗെറ്റപ്പ് ഏർലി, വുഡ് യു ഗോ ടു സ്കൂൾ ഏർലി, അങ്ങനത്തെ സംഗതികൾ ആക്ഷൻ ആണ് ചോദിക്കുക. ഇതേപോലെ തന്നെ അഡ്ജക്റ്റീവുകൾ അതിന് ശേഷം ചോദിക്കില്ല. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇതിന് പകരം ആയിരുന്നു എന്നുള്ളതിന് വുഡ് യു ബി എന്നുള്ളതിന് പകരം വേർ ആണ്. വേർ യു ഷൈ ആസ് എ ചൈൽഡ്, കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ നാണം കുടുങ്ങി ആയിരുന്നു, അവിടെ വേർ എന്നുള്ളതാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. മൂന്നാമത്തെ ടിപ്പ് യൂസിങ് contextual clues to make your question clear. Include time phrases or references to the past. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ടൈം എക്സ്പ്രഷൻസ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. ആസ് എ ചൈൽഡ്, വെൻ യു ആർ യങ്ങർ എന്നിങ്ങനെയുള്ള സംഗതികൾ നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതുവരെയൊക്കെ നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്, ഉദാഹരണങ്ങൾ. ഓക്കെ, ഈ ഉദാഹരണങ്ങൾ എന്തിനാണ്? ഇവിടെയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. ഒരു ഇംഗ്ലീഷിൽ കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. എല്ലാ ആളുകൾക്കും പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയോ? നിങ്ങളെ സംസാര അവയവങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കുറെ പ്രാവശ്യം പറഞ്ഞ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മളെ സംസാര അവയവങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ നാല് തുമ്പത്തിൽ ടക്ക് ഇങ്ങനെ വരുള്ളൂ. അതിന് അധ്യാപകനൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഈ പറഞ്ഞ് മനസ്സിലാക്കി തരൽ മാത്രമാണ് അധ്യാപകന് ചെയ്യാനുള്ളത്. അവിടെ ചെയ്യാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ അത് കുറെ പ്രാവശ്യം പറഞ്ഞ് ആവർത്തിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് എന്ന് ഫീൽ ചെയ്യുന്നത് വരെ നിങ്ങൾ അത് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അടുത്തേക്ക് പോകുന്നു. നമ്മൾ എക്സാമ്പിൾസ്. ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഓരോ വാക്കും നിങ്ങൾ ഒരു 10 പ്രാവശ്യം ഇതെങ്കിലും പ്രാക്ടീസ് ചെയ്യിക്കണം. ഓക്കെ, ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ്? ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ്? ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ്? ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ് എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ് എന്നുള്ളതൊക്കെ പോകണം. ഫ്ലുവൻ്റ് ആയിരിക്കണം, നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം. ഓക്കെ, ആ ഫ്ലുവൻസി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വളരെ സ്ലോവിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ്. വളരെ സ്ലോവിൽ പ്രാക്ടീസ് ചെയ്യാം. അതിന് കുറച്ച് സ്പീഡാക്കാം. ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ്? ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ്? Did you used to play any sports as a child? അപ്പോൾ ഡിഡ് യു യൂസ് ടു എന്നുള്ളത് ഒരു ഫൂട്ടാണ്. അത് വളരെ പെട്ടെന്ന് പറയണം. ഡിഡ് യു യൂസ് ടു. അത് കഴിഞ്ഞിട്ട് വെർബ് വരുന്നിടത്ത് ഒരു ഹൈ പിച്ച് വരണം. ഇംഗ്ലീഷ് ഒരു സെമി മ്യൂസിക്കൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അത് ഹൈ പിച്ച് ഉണ്ട്, ലോ പിച്ച് ഉണ്ടാവും. ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ്? ഓക്കെ, ആ റിതം കറക്റ്റ് പ്രാക്ടീസ് ചെയ്യണം. നോക്കൂ, അപ്പോൾ ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് ആസ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ പണ്ട് എന്തെങ്കിലും സ്പോർട്സ് കളിച്ചിരുന്നോ? Okay, did she used to read a lot of books when she was younger? അവൾ യങ്ങർ ആയിരുന്നപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്നു. Did she used to read? വായിച്ചിരുന്നു. A lots of books, ഒരുപാട് പുസ്തകങ്ങൾ when she was യങ്ങർ ആയിരുന്നപ്പോൾ. And did you used to watch cartoons every Saturday morning? അപ്പോൾ did you used to watch? നിങ്ങൾ കണ്ടിരുന്നു കാർട്ടൂൺസ് കണ്ടിരുന്നു every Saturday morning. എല്ലാ ശനിയാഴ്ച രാവിലെകളിലും നിങ്ങൾ എന്ത് കണ്ടിരുന്നു? കാർട്ടൂൺ കണ്ടിരുന്നു. Where did your family used to go on vacation? എവിടെയാണ് നിങ്ങളുടെ ഫാമിലി വെക്കേഷന് പോയിരുന്നത്? Where did your family used to go on vacation? Did he used to work at a different company before this one? ഇതിനു മുമ്പ് അവൻ വ്യത്യസ്തമായ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ WH വർക്ക് ഇല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. WH ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, വാട്ട് ഹോബീസ് ഡിഡ് യു യൂസ് ടു എൻജോയ് വെൻ യു ആർ എ ടീനേജർ? നിങ്ങളൊരു ടീനേജർ ആയിരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ഹോബീസ് ആണ് എൻജോയ് ചെയ്തിരുന്നത്? ആൻഡ് ഡിഡ് യുവർ ഗ്രാൻഡ് പാരൻസ് യൂസ് ടു ടെൽ യുവർ ബെഡ് ടൈം സ്റ്റോറീസ്? നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ്, വല്യമ്മ, വല്യച്ഛൻ അല്ലെങ്കിൽ മുത്താപ്പ, വല്യമ്മ, വല്യപ്പ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നോ? ബെഡ് ടൈം സ്റ്റോറീസ് നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഓക്കെ, ആൻഡ് ഡിഡ് പീപ്പിൾ യൂസ് ടു റൈറ്റ് ലെറ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇമെയിൽസ്? ഇമെയിലിന് പകരം ആളുകൾ എഴുത്തെഴുതിയിരുന്നോ? ഒക്കെ എഴുത്തെഴുതാറുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എഴുത്താണോ എഴുതാറുണ്ടായിരുന്നത് എന്നിങ്ങനെ അർത്ഥം വരും. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡിഡ് യു യൂസ് ടു യൂസ് അറ്റ് ഗ്രോയിങ് അപ്പ്? ഓക്കെ, വളരുന്ന സമയത്ത് നിങ്ങൾ എന്ത് തരം ഫുഡാണ് കഴിച്ചിരുന്നത്? ഡിഡ് യു യൂസ് ടു ഈറ്റ്? ഓക്കെ, ഡിഡ് യു യൂസ് ടു ഹാവ് എ പെറ്റ് വെൻ യു ആർ എ ചൈൽഡ്? നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളൊരു കുട്ടി
ആയിരിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ 10 ഉദാഹരണങ്ങളുണ്ട്. ഈ 10 ഉദാഹരണങ്ങൾ വളരെ സിമ്പിളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് വരെ പ്രാക്ടീസ്. ചില ആൾക്കാർക്ക് 2 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആൻഡ് ഫ്ലോ ഫീൽ ചെയ്യണം നിങ്ങൾ സംസാരിക്കുമ്പോൾ. ചിലപ്പോൾ 10 പ്രാവശ്യം പറയേണ്ടി വരും, ചിലപ്പോൾ 100 പ്രാവശ്യം പറയേണ്ടി വരും, ചിലപ്പോൾ 20 പ്രാവശ്യം പറഞ്ഞത് മതിയാവും. എപ്പോഴാണ് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇത് പറയാൻ പറ്റുന്നത് എന്ന് ഫീല് വരുന്നത് വരെ നിങ്ങൾ അത് പറയണം. ബൈ ഹാർട്ട് ചെയ്യാനല്ല പറയുന്നത്. ബൈ ഹാർട്ട് നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങൾ ചെയ്യേണ്ടത് റിപ്പീറ്റഡ് ലിസൺ, റീഡ് ആൻഡ് റിപ്പീറ്റ് until you feel very comfortable for your organs of speech. That's what you have to do. Okay, അടുത്ത എക്സാമ്പിൾ നോക്കാം. യൂസിങ് വുഡ്. ഓക്കെ, വുഡ് എന്നുള്ളത് വെച്ചിട്ടുള്ള ഉദാഹരണമാണ്. വുഡ് എന്നുള്ളത് പൊളൈറ്റ് റിക്വസ്റ്റിന് മാത്രമല്ല ഉപയോഗിക്കുക, അത് അതിൻ്റെ കൂടെ ടൈൻ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തിരുന്നോ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, വുഡ് യു വിസിറ്റ് യുവർ കസിൻസ് ഡ്യൂറിങ് ദ ഹോളിഡേ? ഹോളിഡേ സമയത്ത് നിങ്ങളെ കസിൻസിനെ നിങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നോ? വുഡ് യു വിസിറ്റ് ചെയ്തിരുന്നോ എന്ന അർത്ഥം വരും. വേർ വുഡ് യു ഗോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആഫ്റ്റർ സ്കൂൾ? സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നിങ്ങൾ എവിടെയാണ് പോയിരുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ? ഓക്കെ, വേർ വുഡ് യു ഗോ? ആൻഡ് വുഡ് യുവർ ഫാമിലി ഓൾവേസ് സെലിബ്രേറ്റ് ബർത്ത്ഡേസ് ടുഗദർ? നിങ്ങളുടെ ഫാമിലി ബർത്ത്ഡേസ് ഒരുമിച്ച് ആഘോഷിച്ചിരുന്നു? എപ്പോഴും ആഘോഷിച്ചിരുന്നു. ഓക്കെ, ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആഘോഷിച്ചിരുന്നു. വാട്ട് ആക്ടിവിറ്റീസ് വുഡ് യു ഡു ഡ്യൂറിങ് സമ്മർ വെക്കേഷൻസ്? എന്ത് ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ സമ്മർ വെക്കേഷനിൽ ചെയ്തിരുന്നത്? ഓക്കെ, ഡു ഉണ്ടോ? വുഡ് യു ഡു, വുഡ് യു വരെ ചെയ്തിരുന്നത്. വുഡ് ഹി വേക്ക് അപ്പ് ഏർലി ടു ഗോ ജോഗിങ് എവരി മോർണിംഗ്? അദ്ദേഹം എഴുന്നേറ്റിരുന്നോ, നേരത്തെ എഴുന്നേറ്റിരുന്നോ? ടു ഗോ, പോകാൻ, ജോഗിങ്ങിന് പോകാൻ, എവരി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ജോഗിങ്ങിന് പോകാൻ അദ്ദേഹം നേരത്തെ എഴുന്നേറ്റിരുന്നു. ഹൗ ഓഫൻ, എപ്പോഴൊക്കെ? വുഡ് യു റൈഡ് യുവർ ബൈക്ക് അറൌണ്ട് ദ നെയ്ബർഹുഡ്? നെയ്ബർഹുഡിൽ നിങ്ങൾ എപ്പോഴൊക്കെയാണ് ബൈക്ക് ഓടിച്ചിരുന്നത്? വുഡ് എന്ന് പറഞ്ഞത് ചെയ്തിരുന്നത് എന്നർത്ഥം വരും. ഓക്കെ, വുഡ് ദേ ഗോ ഫിഷിംഗ് ഓൺ വീക്കെൻഡ്സ് വെൻ ദേ ലിവ് നിയർ ദ ലേക്ക്? തടാകത്തിനടുത്ത് അവർ താമസിക്കുന്ന സമയത്ത് അവര് ഫിഷിങ്ങിന് എല്ലാ വീക്കെൻഡിലും പോയിരുന്നോ? വുഡ് ദേ ഗോ, അവർ പോയിരുന്നോ ഫിഷിങ്ങിന് ഓൺ വീക്കെൻഡ്സ്, വാരാന്ത്യങ്ങളിൽ? വെൻ ദേ ലിവ് നിയർ ദ ലേക്ക്, ലേക്കിന്റെ അടുത്ത് താമസിച്ചിരുന്നപ്പോൾ. ഓക്കെ, ആൻഡ് വുഡ് യുവർ ടീച്ചർ, നിങ്ങളുടെ ടീച്ചർ ഗിവ് യു എക്സ്ട്രാ ഹോംവർക്ക് ബാക്ക് ദെൻ? പണ്ട് നിങ്ങൾക്ക് ടീച്ചർ എക്സ്ട്രാ ഹോംവർക്കുകൾ തന്നിരുന്നോ? ഓക്കെ, വുഡ് യുവർ ടീച്ചർ ഗിവ് യു എക്സ്ട്രാ ഹോംവർക്ക്? വാട്ട് ഗെയിം വുഡ് യു പ്ലേ വിത്ത് യുവർ സിബ്ലിങ്സ്? നിങ്ങളെ സിബ്ലിങ്സിനായിട്ട് നിങ്ങൾ എന്ത് ഗെയിമാണ് നിങ്ങൾ കളിച്ചിരുന്നത്? വാട്ട് ഗെയിംസ്? ഓക്കെ, ഹൗ ഓഫൻ വുഡ് യു സ്റ്റേ അപ്പ് ലേറ്റ് വാച്ചിങ് മൂവീസ്? എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഉറക്കം വിളിച്ച് സിനിമ കണ്ടിരുന്നത്? ഓക്കെ, അപ്പൊ ഇത്തരം വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓൺലി ദ പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. I don't believe practice makes you perfect. Only the perfect practice makes you perfect. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ശീലമാവും. നിങ്ങൾ തെറ്റാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ തെറ്റിൽ നിങ്ങൾ ശീലമാവും. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, അപ്പോൾ ആസ്കിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് പാസ്റ്റ് ഹാബിറ്റ്സ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. ഇതിന്റെ എക്സസൈസ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? പാസ്റ്റ് ഹാബിറ്റുകൾ ഇല്ലാത്ത ആരുമില്ല ലോകത്തിൽ, അല്ലേ? നമുക്ക് പണ്ട് കാലത്ത് ഒരുപാട് ഹാബിറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഹാബിറ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, പുസ്തകം വായിക്കുക, സ്കൂളിൽ പോവുക, സ്കേർട്ട് ധരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഹാബിറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഹാബിറ്റുകളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ഐ യൂസ് ടു വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഐ യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി, ഞാൻ നേരത്തെ എഴുന്നേറ്റിരുന്നു. ഐ യൂസ് ടു ഗോ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയിരുന്നു. ഐ യൂസ് ടു ബൈ എ സ്കേർട്ട്, ഞാൻ സ്കേർട്ട് ധരിച്ചിരുന്നു. ഐ യൂസ് ടു quarrel with my friends. ഓക്കെ, ഫ്രണ്ട്സിനെ ആയിട്ട് തല്ലുകൂടിയിരുന്നു. ഇനി ചെയ്യാത്ത കുറേ സംഗതികൾ ഉണ്ടായിരിക്കും, ചെയ്യാറുണ്ടായിരുന്നില്ലാത്ത, എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന. ഓക്കെ, പണ്ട് നമ്മൾ ജോലിക്ക് പോയിരുന്നില്ല, അപ്പൊ ഐ ഡിഡിൻ യൂസ് ടു ഗോ ടു വർക്ക്, ഞാൻ ജോലിക്ക് പോയിരുന്നില്ല. ഐ ഡിഡിൻ യൂസ് ടു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഐ ഡിഡിൻ യൂസ് ടു എന്നുള്ളത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. ഒപ്പം തന്നെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഹാബിറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ഇമാജിൻ ചെയ്യാം. ഇമാജിൻ ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ, അവൾ എന്തൊക്കെ ചെയ്തിരുന്നു? ഓക്കെ, വേർ ഡിഡ് യു യൂസ് ടു സ്റ്റഡി ആൻഡ് ഹൗ ഓഫൻ ഡിഡ് ഷി യൂസ് ടു പ്ലേ ഫുട്ബോൾ? എപ്പോഴൊക്കെയാണ് അവൾ പന്ത് കളിച്ചിരുന്നത്? ഓക്കെ, ഇത്തരം ചോദ്യങ്ങൾ എഴുതാൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് പ്രാക്ടീസിൽ നിങ്ങൾ ഒരു 10 പാസ്റ്റ് ഹാബിറ്റുകൾ മുന്നേ ചെയ്തിരുന്നത്, മുന്നേ ചെയ്യാറുണ്ടായിരുന്നില്ലാത്തത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഓക്കെ, അത് പറയുമ്പോൾ മാത്രമാണ് അത് എനിക്ക് ഫീഡ്ബാക്ക് ലഭിക്കുള്ളൂ. ഫീഡ്ബാക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാൻ പറ്റും ഇത് എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രോബ്ലം ഉള്ളത്.
പ്രൊണൗൺസിയേഷൻ്റെ പ്രോബ്ലം എന്താണ്, വേർഡ്സിൻ്റെ ഓർഡറിൻ്റെ പ്രോബ്ലം എന്താണ്. ഓക്കെ, അത്തരം പ്രോബ്ലങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മറുപടികൾ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വളരെ നന്ദി. യഥാർത്ഥത്തിൽ 6:30 ക്ലാസ് തുടങ്ങിയിരുന്നു, പക്ഷെ ഞാൻ ഒരു ബട്ടൺ അമർത്താൻ മറന്നു. സ്റ്റാർട്ട് ലൈവ് എന്നുള്ള ബട്ടൺ ഞാൻ അമർത്തിയില്ല. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അശോകൻ വിളിച്ചത്, ഇന്ന് ക്ലാസ് ഇല്ല എന്ന് വെച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ക്ലാസ്സിലാണല്ലോ നോക്കുമ്പോൾ ലൈവ് സ്ട്രീം കൊടുത്തിട്ടില്ല. അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്താണ്. ഓക്കെ, സോ ആൻഡ് thank you anyway. Practice only the perfect practice will make you perfect. So we are going to wind up today's classes, and next day tomorrow, and I will be with you another question, another topic. So I'm going to wind up. Best of luck and wish you a happy day.